സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. മകയിര നക്ഷത്രത്തിൻ്റെ ജൂൺ 2025 ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ റിസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഏതൊക്കെ കാർഡുകളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ദ നൈറ്റ് ഓഫ് കപ്സ്, 3 ഓഫ് വോൺസ്, ക്യൂൻ ഓഫ് വോൺസ്, പേജ് ഓഫ് സോർഡ്സ് ആൻഡ് 7 ഓഫ് സോർഡ്സ്. ഈ ഒരു മാസം നിങ്ങളുടെ ഇമോഷണലി, അതായത് ഒരു അവബോധജന്യമായ ഒരു എനർജിയാണ് ഈ ഒരു മാസം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതായത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പാഷൻ, ഡ്രീംസ് ഒക്കെയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മാസം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു മെസ്സേജ്, ഒരു ജോബ് ഓഫർ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പ്രപ്പോസൽ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എനർജി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ആ ഒരു ഫ്ലോയ്ക്കൊത്ത് പോവാനാണ്. പക്ഷേ ആർക്കെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആന്തരിക ശക്തി നിങ്ങളോട് പറയുന്നത് കൂടി ശ്രദ്ധിക്കുക. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അവസരം അകലെ നിന്നുമാണ് നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് വരുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു യാത്ര, ചിലപ്പോൾ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ വർക്ക് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്ര, ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിൻ്റെ ഒരു പ്രോഗ്രസ് ഒക്കെ സൂചിപ്പിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂ, അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഇൻറ്റിമേഷൻ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു മാസമാണ്. നിങ്ങളുടെ ഒരു ലിമിറ്റ് നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ലിമിറ്റ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ. ആ അവസരങ്ങൾ ഭയക്കാതെ അതിനെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇവിടെ 3 ഓഫ് വോൺസ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു മാസം നിങ്ങൾ ഫേസ് ചെയ്യുന്ന വെല്ലുവിളി, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, ഫോക്കസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈഗോ ക്ലാഷസ് ആണ്. പ്രത്യേകിച്ചും അധികാരഭാവമുള്ള വ്യക്തികളുമായി ഇടപെടുമ്പോൾ ഇവിടെ നിങ്ങൾ ശാന്തമായി കൊണ്ട് നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത്, ഉള്ളിൽ നിന്നുള്ളൊരു പ്രകാശത്തെ കെടുത്താതിരിക്കുക. ഈ ഒരു മാസം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ജോലി നോക്കുന്ന ആളുകൾ ഒക്കെയാണെങ്കിൽ പേജ് ഓഫ് സോർഡ്സ് എന്ന കാർഡ് നിങ്ങളോട് പറയുന്നത് ബി ക്യൂരിയോസ് എന്നാണ്. പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, അനലൈസ് ചെയ്യുവാൻ ശ്രമിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം അറിവ് നേടാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തെ സത്യം അത് ചിലപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടും വരാം. ഈ ഒരു മാസം അവസാനമാകുമ്പോൾ നിങ്ങൾ കുറച്ച് സത്യങ്ങൾ മനസ്സിലാക്കാനിടവരും. പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ ഫ്രണ്ട്സ്, കൊളീഗ്സ്, അവരിൽ ചിലർ നിങ്ങളോട് സത്യസന്ധരായിരിക്കില്ല. ഇവിടെ ഈ കാർഡ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ മനസ്സിലെ പ്ലാൻ, ഐഡിയാസ് അത് ബുദ്ധിപൂർവ്വം സംരക്ഷിക്കുക എന്നാണ്. അത് തികച്ചും സ്വകാര്യമായി തന്നെ വെക്കുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവർ മോഷ്ടിച്ച് അതുപയോഗിച്ച് അവരുടെ കാര്യം നേടാനും മറ്റും ശ്രമിക്കും എന്നാണ്. ഇതോടുകൂടി ഈ കാർഡ് റീഡിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.